ചാപ്റ്റർ 11 കൗണ്ട് ആൻഡ് അറേഞ്ച്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് കൗണ്ട് ആൻഡ് റൈറ്റ്. എന്നിട്ട് എഴുതിയിരിക്കുന്നത് അൻവിത്ത് ആൻഡ് ഫ്രണ്ട്സ് അറേഞ്ച്ഡ് സം ഓബ്ജക്ട്സ് ആസ് ഷോൺ ബിലോ. അൻവിത്തും കൂട്ടുകാരും കൂടി കുറച്ച് സാധനങ്ങൾ ചുവടെ കാണിച്ചതുപോലെ തരം തിരിച്ചു എന്നും പറഞ്ഞിട്ടാ പറയുന്നത്. എന്നിട്ട് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. പെൻസിൽ എത്രണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. 5. ഇറേസർ എത്രണ്ണം? 3. അതുപോലെ റൂളർ 4. ഷാർപ്നർ 1. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് ഒബ്ജക്ട്സ് ഇൻ ദ ബോക്സസ് ബിലോ. അപ്പം ഓരോ സാധനങ്ങളും എത്ര എണ്ണം വീതമാണ് ഉള്ളതെന്ന് ചുവടെയുള്ള ബോക്സിൽ എഴുതാൻ പറഞ്ഞിരിക്കുക. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന എന്താ? ഷാർപ്നർ എത്രണ്ണം ഉള്ളത്? 1. അപ്പൊ 1. അതുപോലെ തന്നെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഇറേസർ എത്രണ്ണം ഉണ്ട്? 1 2 3. അപ്പൊ 3. അതേപോലെ തന്നെ മൂന്നാമത് കൊടുത്തിരിക്കുന്ന റൂളർ 1 2 3 4. അപ്പൊ 4 എഴുതുക. അതേപോലെ തന്നെ ലാസ്റ്റ് പെൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്രണ്ണം ഉണ്ട്? 1 2 3 4 5. അപ്പൊ 5 അവിടെ എഴുതുക. പിന്നെ റൈറ്റ് ദി ആൻസർ. വിച്ച് ഒബ്ജക്റ്റ് ഈസ് ദ ലീസ്റ്റ് ഇൻ നമ്പർ ദാൻ ആൾ ദി അതേഴ്സ്. അപ്പം മറ്റുള്ള സാധനങ്ങളെക്കാട്ടിലും കുറവെണ്ണമുള്ള സാധനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏറ്റവും കുറവ് ഏതാ ഉള്ളത്? ഷാർപ്നർ ആണ്. അപ്പം ഷാർപ്നർ അവിടെ എഴുതുക. അതുപോലെ തന്നെ പിന്നെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് മോർ ഇൻ നമ്പർ ദാൻ ആൾ ദി അതേഴ്സ്. എല്ലാത്തിനും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഉള്ളത് ഏതാണെന്ന്. അപ്പം മറ്റുള്ള സാധനങ്ങളെക്കാൾ കൂടുതൽ എണ്ണമുള്ളത് ഏതാ? പെൻസിൽ. അപ്പൊ പെൻസിൽ അവിടെ എഴുതണം, കാരണം അത് 5 എണ്ണം ഉണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി പെൻസിൽസ് ആർ മോർ ദാൻ ഷാർപ്നേഴ്സ്. ഷാർപ്നറിനേക്കാൾ എത്ര കൂടുതൽ പെൻസിൽസ് ആണ് ഉള്ളതെന്നാ ചോദിച്ചിരിക്കുന്നത്. അതിപ്പോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ആകെയുള്ള പെൻസിൽസിന്റെ എണ്ണം 5 ആണ്, 5 ആണ്. ഷാർപ്നർ എണ്ണം 1 ആണ്. അപ്പം ഷാർപ്നർ അപ്പം എന്താ ചോദിച്ചിരിക്കുന്നത്? ഷാർപ്നറിനേക്കാൾ എത്ര കൂടുതൽ പെൻസിൽസ് ആണ് ഉള്ളതെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? 5 - 1. അപ്പൊ ഈ 5 പെൻസിലിൽ നിന്നും ഒരു ഷാർപ്നർ കുറയ്ക്കുക. 5 - 1 ആകുമ്പോഴത്തേക്കും എത്ര കിട്ടും? 4 കിട്ടും. അപ്പൊ 4 ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മെനി ഇറേസേഴ്സ് ആർ ലെസ് ദാൻ റൂളേഴ്സ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് റൂളറിനേക്കാൾ എത്ര കുറവാണ് എറേസർ എന്ന്. അപ്പൊ എറേസർ 3 എണ്ണം ഉണ്ട്, റൂളർ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? റൂളറിന്റെ എണ്ണത്തിൽ നിന്ന് എറേസറിന്റെ എണ്ണം കുറയ്ക്കുക എന്ന് വെച്ചാൽ 4 - 3. അപ്പൊ എത്ര കിട്ടും? 1 കിട്ടും. അപ്പം അതിവിടെ എഴുതുക. ഈ പേജിൽ പറയുന്നത് എ മീറ്റിംഗ് ഇൻ അൻവിത്ത് സ്കൂൾ ദേ കൗണ്ട് ദ വെഹിക്കിൾസ് പാർക്ക്ഡ് ഔട്ട്സൈഡ്. അൻവിത്തിന്റെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ആണ്. അവർ സ്കൂളിന് പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളെല്ലാം എണ്ണുകയാണ്. എന്നിട്ട് കണ്ട കുറെ വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. സീ ദ പിക്ചർ ആൻഡ് റൈറ്റ് ദി ആൻസർ ഓഫ് ഈച്ച് വെഹിക്കിൾ. അപ്പം ചിത്രം നോക്കി ഓരോ വാഹനത്തിന്റെയും എണ്ണ എഴുതാൻ പറഞ്ഞിരിക്കുക. അപ്പൊ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താ? കാറ്. അപ്പൊ കാർ എണ്ണ എത്ര ഉണ്ട്? 1 2 3. അപ്പം 3 എഴുതുക. പിന്നെ ഓട്ടോറിക്ഷ 1 2. അപ്പൊ 2 എഴുതുക. ട്രൈ സൈക്കിൾ എന്ന് വെച്ചാൽ 3 വീലർ. അപ്പൊ നമുക്ക് 1 ഇതല്ലോ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ അതവിടെ എഴുതുക. പിന്നെ ചോദിച്ചിരിക്കുന്ന ബൈസൈക്കിൾ എത്ര ഉണ്ട്? 1 2 3 4 5 6 ഉണ്ട്. അപ്പം അതവിടെ എഴുതുക. അതുപോലെ സ്കൂട്ടർ 1 2 3 4 5 ഉണ്ട്. അപ്പൊ അതവിടെ എഴുതുക. പിന്നെ ബസ് 1 2. അപ്പൊ 2 അവിടെ എഴുതുക. പിന്നെ വിച്ച് വെഹിക്കിൾ ഈസ് മോർ ഇൻ നമ്പർ. ഏത് വെഹിക്കിൾ ആണ് കൂടുതൽ നമ്പർ ഉള്ളതെന്ന്. ഏത് നമ്പരാ കൂടുതൽ? 6 ആയിട്ടുള്ള എന്താ? ബൈസൈക്കിൾ. അപ്പം അതവിടെ എഴുതുക, ബൈസൈക്കിൾ. വിച്ച് ഈസ് ദി ലീസ്റ്റ്. ഏറ്റവും കുറവ് നമ്പർ ഉള്ളത് ഏതാ? ട്രൈസൈക്കിൾ. അപ്പം ട്രൈസൈക്കിൾ അവിടെ എഴുതാം. ഹൗ മെനി വെഹിക്കിൾസ് ആർ ദെയർ ഇൻ ആൾ. അവിടെ മൊത്തം എത്ര വെഹിക്കിൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ വെഹിക്കിളുടെ എണ്ണം എല്ലാം കൂടി കൂട്ടുക. 3 + 2 + 1 + 6 + 5 + 2 19 കിട്ടും. ഈ പേജിൽ പറയുന്നത് Anvith and friends went to the pre-primary class. They counted the toys in the shelf. അൻവിത്തും കൂട്ടുകാരും കൂടി പ്രീ പ്രൈമറി ക്ലാസ്സിലേക്ക് പോയിരിക്കുവാണ്. ഷെൽഫിൽ കുറെ ടോയ്സ് ഉണ്ട്, അവർ അത് എണ്ണുവാണെന്ന് പറഞ്ഞിരിക്കുക. പിന്നെ പറയുന്നത് എന്താ? റൈറ്റ് ദ നമ്പർ ഓഫ് ടോയ്സ്. പിന്നെ നമ്പർ എഴുതാൻ പറയുക ടോയ്സിന്റെ. അപ്പൊ കാർ എത്ര ഉണ്ടെന്ന് വെച്ചാൽ എണ്ണിയിട്ട് അപ്പൊ നമുക്ക് എണ്ണുമ്പോൾ കിട്ടൂലോ.